ഏറ്റവും വലിയ റിയാലിറ്റി ഷോ. 100 ദിവസം, 100-ൽ പരം ക്യാമറകൾ, 24 അവർ ലൈവ് സ്ട്രീമിംഗ്, 25 മത്സരാർത്ഥികൾ. കണ്ണും കാതും മനസ്സും എല്ലാം ഒരൊറ്റ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതെ, ബിഗ് ബോസ് സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ. സോഷ്യൽ മീഡിയ പ്രഡിക്ഷനുകളും പ്രേക്ഷക പ്രതീക്ഷകളും ശരിവെച്ചുകൊണ്ട് സീസൺ 6 വിജയ കിരീടം ജിൻഡോ സ്വന്തമാക്കിയിരിക്കുകയാണ്. മത്സരാർത്ഥികളും പ്രേക്ഷകരും ഒരു നാൾ മണ്ടനെന്ന് മുദ്രകുത്തിയ അതേ ജിൻഡോയാണ് ഇന്ന് സീസൺ 6 വിന്നർ ആയിരിക്കുന്നത്. ഇൻസൾട്ടാണ് മുരളി, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പോലെയാണ് ജിൻഡോയുടെ വിജയവും. 25-ൽ നിന്ന് ടോപ്പ് 10-ലേക്ക്, ടോപ്പ് 10-ൽ നിന്നും ടോപ്പ് 5, ടോപ്പ് 3, ഒടുവിൽ ടോപ്പ് 1. അർഹിക്കുന്ന വിജയം, പോരാടി നേടിയ വിജയം. അൺഫെയർ എന്നൊന്നില്ല, അൺപ്രിഡിക്റ്റബിൾ എന്നൊന്നില്ല. അർഹിക്കുന്ന വിജയം തന്നെയാണ് ജിൻഡോയുടെ കൈകളിൽ എത്തിയിരിക്കുന്നത്. ജാസ്മിൻ, ജിൻഡോ, ഋഷി, അർജുൻ, അഭിഷേക്. ഇതിൽ നിന്നും അഭിഷേകും ഋഷിയും പുറത്തായതോടെ പ്രേക്ഷകർ ഉറപ്പിച്ചതാണ് വിന്നർ ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ എന്ന്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ലാലേട്ടൻ വിന്നറെ പ്രഖ്യാപിച്ചത്. ടൈറ്റിൽ വിന്നറായി ജിൻഡോയും, സെക്കൻഡ് റണ്ണറപ്പായി അർജുനും, തേർഡ് റണ്ണറപ്പായി ജാസ്മിനും, 4-ാം സ്ഥാനം അഭിഷേകിനും, 5-ാം സ്ഥാനം പ്രേക്ഷകരുടെ സ്വന്തം ഋഷിക്കും. തുടക്കം മുതൽ സംഭവബഹുലമായ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയ ഒരേയൊരു സീസൺ. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ് ലൈൻ പോലെ ഇത്തവണ മത്സരാർത്ഥികളിൽ ഭൂരിഭാഗവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും, ചുരുക്കം ചില സീരിയൽ ആക്ടേഴ്സും. അതുകൊണ്ട് തന്നെ വിചാരിച്ച സ്വീകാര്യത പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരുന്നില്ല. സീസൺ പകുതിയായിരുന്നിട്ട് പോലും ഗെയിം ട്രാക്കിലേക്ക് മത്സരാർത്ഥികൾ എത്തിച്ചേരാത്തതും പ്രതീക്ഷിച്ച കോണ്ടന്റ് ലഭിക്കാത്തതുമായിരുന്നു ഈ സീസൺ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. വഴക്കും ബഹളവും കയ്യാങ്കളിയും സീസണിനെ നെഗറ്റീവായും ബാധിച്ചു. ഇടയ്ക്ക് വെച്ച് വന്ന വൈൽഡ് കാർഡുകൾ സീസണിനെ ഗതി മാറ്റുമെന്ന് കരുതിയെങ്കിലും അവിടെയും നിരാശയായിരുന്നു ഫലം. ശേഷം 8-ാം ആഴ്ച മുതലാണ് തമ്മിൽ ഭേദമെന്ന പോലെ സീസൺ എൻഗേജിംഗ് ആകുവാൻ തുടങ്ങിയത്. അപ്രതീക്ഷിത എവിക്ഷൻ, അപ്രതീക്ഷിത സംഭവങ്ങൾ, ട്വിസ്റ്റുകൾ. മൊത്തത്തിൽ ഷോയുടെ ഗതി മാറി. മുൻ സീസണിലെ മത്സരാർത്ഥികൾ ഗസ്റ്റുകളായി എത്തിയതും ഫാമിലി വീക്കും പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ചു. ടിക്കറ്റ് ടു ഫിനാലെയിൽ അതിഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച് അഭിഷേക് മുന്നേറിയതും പണപ്പെട്ടി ടാസ്കിൽ ഞൊടിയിടയിൽ സായി പണപ്പെട്ടിയെടുത്ത സ്ഥലം വിട്ടതും ഷോയിലെ ട്വിസ്റ്റ് തന്നെയായിരുന്നു. ജാസ്മിനും ജിൻഡോയും ഫൈനലിൽ ഉറപ്പായും എത്തുമെന്ന് പ്രേക്ഷകർ വിധിയെഴുതിയപ്പോൾ ഇപ്പുറത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ 3 പേരാണ് ടോപ്പ് 5-ലേക്ക് കടന്നു വന്നത്. അർജുനും, അഭിഷേക് ശ്രീകുമാറും, ഋഷിയും. ഇതോടുകൂടി എല്ലാ പ്രിഡിക്ഷനുകളും മാറിമറിഞ്ഞു. ശേഷം ആര് ജയിക്കുമെന്ന ചോദ്യം ബാക്കിയായിരുന്നു. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലെന്ന് പറയുന്നത് പോലെ ജിൻഡോ തന്നെ ഒടുവിൽ വിജയ കിരീടം നേടി. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഫൈനലിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ച മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രേക്ഷകരെ കൊണ്ട് ഞങ്ങളിൽ ഒരാളാണ് എന്ന് തോന്നിപ്പിക്കാനായത് തന്നെയാണ് ജിൻഡോയുടെ വിജയം. തുടക്കത്തിൽ വിചാരിച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും ജിൻഡോയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചതുപോലെയാണ് പ്രേക്ഷകർക്ക് തോന്നിയത്. മണ്ടനെന്ന് മുദ്രകുത്തിയവർക്ക് മുന്നിൽ തനിക്ക് ജയിക്കണമെന്ന വാശിയിൽ പോരാടി. ഇമോഷണൽ ട്രാക്കും എന്റർടൈനിങ്ങുമായി പ്രേക്ഷകർക്ക് ആവശ്യമുള്ള കണ്ടന്റുകളെ ഫോക്കസ് ചെയ്തു. ഈ കണക്കുകൂട്ടലുകൾ തന്നെയാണ് ഇന്ന് ജിൻഡോയുടെ വിജയത്തിന് കാരണമായത്. ബിഗ് ബോസ് സോഷ്യൽ മീഡിയ സ്റ്റാർ എന്നതിലൂടെയാണ് അർജുൻ ശ്യാം ഗോപൻ 2-ാം സ്ഥാനത്തേക്ക് എത്തിയത്. കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ അർജുന് കഴിഞ്ഞിരുന്നില്ലെങ്കിലും എന്റർടൈനിങ് എന്ന ഒറ്റ ഫാക്ടറിന് പുറത്തും ലുക്ക് കൊണ്ടും ഫാൻ ബേസ് നേടിയെടുത്ത ഒരേയൊരു താരം. ഒപ്പം ശ്രീതുവുമായുള്ള കോംബോയും നല്ല രീതിയിൽ അർജുന്റെ നിലനിൽപ്പിന് ഗുണം ചെയ്തു. അതുതന്നെയാണ് 2-ാം സ്ഥാനം ലഭിക്കാനുള്ള കാരണം. സീസണിലെ പ്രധാനപ്പെട്ട കോണ്ടന്റ് മേക്കർ ആയിരുന്നിട്ട് പോലും ജാസ്മിനെ 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമേജ് ഉള്ള വ്യക്തി എന്നതും ഗബ്രിയുമായുള്ള കോംബോയും തന്നെയാണ് താരത്തിന്റെ വിജയത്തിന് വിലങ്ങുതടിയായെന്ന കാര്യം ഉറപ്പാണ്. വൈൽഡ് കാർഡായെത്തി 4-ാം സ്ഥാനം കരസ്ഥമാക്കിയ അഭിഷേകും ഒട്ടും മോശക്കാരനല്ല. ടിക്കറ്റ് ടു ഫിനാലെയിലെ മിന്നും പ്രകടനം കൊണ്ട് മാത്രം കിട്ടിയ വിജയമാണെങ്കിലും അതിനും തിളക്കമേറെയാണ്. 5-ാം സ്ഥാനത്തെത്തിയ ഋഷിക്ക് ടോപ്പ് 5-ൽ എത്തിയെന്ന ഭാഗ്യവും കൂടെയുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെ ഒടുവിൽ വിജയ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 100 ദിവസത്തെ ജൈത്രയാത്രയ്ക്ക് ഇതോടുകൂടി ഫുൾ സ്റ്റോപ്പ്. പുത്തൻ മുഖങ്ങളും പുത്തൻ വിശേഷങ്ങളും സമ്മാനിച്ച് സീസൺ 6 അവസാനിക്കുകയാണ്. അടുത്ത സീസണിനായി ഞാനും നിങ്ങളെ പോലെ വെയിറ്റിംഗ് ആണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.